Hey guys, welcome back to the channel. Guys, അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു തരാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഒരു വരുമാനം നമുക്ക് ഉണ്ടാക്കാം എന്നാണ് ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പം ഇതിനായിട്ട് നമ്മളാണെന്നുണ്ടെങ്കിൽ ഒരു വെബ്സൈറ്റ് ആണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഓൾറെഡി നമ്മൾ ഈ ഒരു വെബ്സൈറ്റിനെ പറ്റി നേരത്തെ ഒരിക്കലും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പോഴും ഈ ഒരു വെബ്സൈറ്റ് ആയ കറക്റ്റ്ലി തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്യുന്നത്, എങ്ങനെ ഇതിനകത്ത് നിന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് എമൗണ്ട് ഒക്കെ കിട്ടും എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു തരാൻ പോകുന്നതാണെന്നുണ്ടെങ്കിൽ. അപ്പം ഈ ഒരു വെബ്സൈറ്റിന്റെ കംപ്ലീറ്റ് റിവ്യൂ നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യണോ വേണ്ട എന്നുള്ളതാല്. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. അപ്പം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ഈ ഒരു വെബ്സൈറ്റിന്റെ പേര് ഗോൾഡ്ഗോ എന്നാണ്. അപ്പൊ ഈ ഒരു വെബ്സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആൻഡ്രോയിഡിലും ഐഫോണിലും അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങളൊരു ആൻഡ്രോയിഡ് യൂസർ ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒഫീഷ്യൽ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. നിങ്ങളൊരു ഐഫോൺ യൂസർ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ ക്രോം അല്ലെങ്കിൽ നിങ്ങൾ ഏത് ബ്രൗസറാണ് യൂസ് ചെയ്യുന്നത് അതായത് നിങ്ങൾക്ക് അതിൽ സിമ്പിൾ ആയിട്ടാണ് ഈ ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പം ഈ ഒരു വെബ്സൈറ്റിന്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ നമ്മൾ ടെലിഗ്രാമിൽ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ കഴിയുന്നതാണ്. അപ്പം ഈ ഒരു വെബ്സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ആ ഒരു ടെലിഗ്രാം ലിങ്ക് വഴി ക്ലിക്ക് ചെയ്തിട്ട് വരുന്ന സമയത്ത് അതിൽ അവിടെ ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അതൊക്കെ ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. നിങ്ങളുടെ ഫോൺ നമ്പർ പിന്നെ പാസ്വേഡ് നിങ്ങളുടെ നെയിം കൊടുത്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഇനിയിപ്പം ഇതിനകത്തിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തിൽ കുറെ ടാസ്കുകൾ കാര്യങ്ങളൊക്കെയാണ് സംഭവം ഉള്ളതല്ല. ഈ ഒരു ടാസ്കുകൾ ചെയ്തിട്ടാണ് ഇതിനകത്ത് നമ്മൾ എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ നേടുന്നതല്ല. അപ്പൊ ഞാനിപ്പോ ഇത് സ്ക്രീനിൽ പ്രോപ്പറായിട്ട് കാണിക്കാതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബിൽ കുറെ കാര്യങ്ങൾ കുറെ ഗൈഡ് ലൈൻസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അതിലത്തെ ഒരു തേർഡ് പാർട്ടി പ്ലാറ്റ്ഫോം നമുക്കിപ്പോ കാണിക്കാനാണെന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ കംപ്ലീറ്റ് കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് ഇതിന്റെ പ്ലാറ്റ്ഫോം കാര്യങ്ങളൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്താൽ മതി. അപ്പൊ ആദ്യം നിങ്ങൾ വീഡിയോ മുഴുവൻ കണ്ടു നോക്കുക, എന്നിട്ടാണെന്നുണ്ടെങ്കിൽ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്ത് ആ ലിങ്ക് യൂസ് ചെയ്ത് നോക്കാം. അപ്പൊ ഇവിടെ നമുക്കാണെന്നുണ്ടെങ്കിൽ സംഭവം എന്ന് പറയുമ്പോൾ ഇവിടെ കുറെ ടാസ്കുകളാണ്. ടാസ്കുകൾ ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ ആയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് എമൗണ്ട് കാര്യങ്ങൾ കിട്ടുന്നതാണെന്നുണ്ടെങ്കിൽ. അപ്പൊ ഇവിടെ ഓരോ ടാസ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ടാസ്ക് പേജ് എടുക്കുന്ന സമയത്ത് അവിടെ 100, 200, 300 അങ്ങനെ ഓരോരോ ടാസ്കുകളുണ്ട്. സംഭവം വളരെ സിമ്പിൾ ആയിട്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് കുറച്ച് കോയിൻസ് ഉണ്ട്. കോയിൻസ് ഉണ്ട്. നമ്മൾ ഈ കോയിൻസ് ആണെന്നുണ്ടെങ്കിൽ അതിൽ വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് എക്സ്ട്രാ കമ്മീഷൻ കാര്യങ്ങൾ കിട്ടും എന്നാണ് ഈ ഒരു ടാസ്കിനകത്ത് വരുന്നത്. ഇപ്പൊ നിങ്ങൾ 100 രൂപയ്ക്ക് ഒരു കോയിൻസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഏകദേശം 104 ആയിട്ട് ഇടും. 4 രൂപ നിങ്ങൾക്ക് എക്സ്ട്രാ എമൗണ്ട് കിട്ടുന്നതായിരിക്കും. ഇപ്പൊ 200 വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 8 രൂപ കിട്ടുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ ഈ കോയിൻസ് അതിൽ കോയിൻസ് വാങ്ങിച്ചിട്ട് ഇത് സെല് ചെയ്യാം. അപ്പൊ ആ സമയത്താണ് നിങ്ങൾക്ക് ആ ഒരു പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എക്സ്ട്രാ എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കിട്ടുന്നതല്ല. ഇനിയിപ്പോ ഇതിലാണെന്നുണ്ടെങ്കിൽ സെല് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഓട്ടോമാറ്റിക് പ്രോസസ്സാണ്. നമ്മൾ ആദ്യമേ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ UPI അക്കൗണ്ട് ആഡ് ചെയ്യണം. അപ്പൊ അതിനായിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോൺപേ, പേടിഎം, അതേപോലെ തന്നെ മൊബിവിക് അങ്ങനെയുള്ള ഏത് പ്ലാറ്റ്ഫോമിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ അതിനകത്ത് നമ്മളാണെന്നുണ്ടെങ്കിൽ ആ ഒരു UPI എന്നുള്ള ഓപ്ഷൻ എടുത്ത് കഴിയുമ്പോൾ അവിടെ ആയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോഴാണ് നമ്മുടെ മൊബിവിക്കിന്റെ അല്ലെങ്കിൽ ഫോൺപേയുടെ നമ്പർ നമ്മൾ എൻ്റർ ചെയ്തിട്ട് അവിടെ OTP എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ലിങ്ക് ആവും. ലിങ്ക് ആയി കഴിഞ്ഞിട്ട് ഏതൊക്കെ UPIയിലേക്കാണ് നമുക്ക് ചെയ്യേണ്ടതെന്നുള്ള ഓപ്ഷൻസ് വരും. പിന്നെ ഇതിലാണെന്നുണ്ടെങ്കിൽ നമുക്കാണെന്നുണ്ടെങ്കിൽ ടാസ്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയാം. അപ്പൊ അതിനായിട്ട് നമ്മൾ ടാസ്ക് പേജ് എടുത്തിട്ട് അതിൽ ഏതൊരു ടാസ്ക് സെലക്ട് ചെയ്യും. 100 രൂപ ടാസ്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ 100 രൂപ ടാസ്ക് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഒരു അക്കൗണ്ട് ഡീറ്റെയിൽസ് കാര്യങ്ങൾ കാണിക്കുന്നതായിരിക്കും. ഒരു ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് UPI ആണോ കണക്ട് ചെയ്ത്, ഇപ്പൊ ഫോൺപേ നമ്മൾ കണക്ട് ചെയ്യുന്നത് ഫോൺപേ വഴിയാണ് ഈ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. അപ്പൊ നമ്മൾ അവിടെ ആയിട്ടാണെന്നുണ്ടെങ്കിൽ ആ ഒരു അക്കൗണ്ട് ഡീറ്റെയിൽസ് കാണുമല്ലോ. അപ്പൊ ആ ഒരു അക്കൗണ്ട് ഡീറ്റെയിൽസ് നമ്മൾ കോപ്പി ചെയ്തിട്ട് അതിലേക്ക് ആ ഒരു 100 രൂപ നമ്മൾ സെൻഡ് ചെയ്യാം. എന്നിട്ടാണെന്നുണ്ടെങ്കിൽ അതിന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ ഒരു ട്രാൻസാക്ഷൻ ID 12 ഡിജിറ്റിന്റെ ട്രാൻസാക്ഷൻ ID ഉണ്ട്. അത് നമ്മൾ കോപ്പി ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു നമ്മുടെ വെബ്സൈറ്റിലേക്ക് തിരിച്ചു വന്നിട്ട് ആ ഒരു സ്ക്രീൻഷോട്ട് അപ്ലോഡ് ചെയ്യുക, ആ ഒരു ട്രാൻസാക്ഷൻ ID അവിടെ പേസ്റ്റ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യാം. സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിനൊരു വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ ഇപ്പൊ 100 ടാസ്ക് ചെയ്തുകൊണ്ട് 104 നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നതായിരിക്കും. ഇനി നമ്മൾ അതിന് ഇതേപോലെ ടാസ്കുകൾ ഓരോന്നോരോന്ന് ചെയ്ത് കഴിയുമ്പോൾ നമുക്കാണെന്നുണ്ടെങ്കിൽ എമൗണ്ട് കൂടുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ ചോദിക്കും 4% കമ്മീഷൻ വരുന്നുള്ളൂ, അത് വലിയ എമൗണ്ട് ആണെന്ന്. പക്ഷെ നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ 100ന്റെ ഒരു 10 ടാസ്കുകൾ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 40 രൂപ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. ഇതിപ്പോ ടാസ്കുകൾ വലിയ എമൗണ്ട് ചെയ്യുന്ന സമയത്ത് വലിയ എമൗണ്ടും കമ്മീഷനും കിട്ടുന്നതായിരിക്കും. അപ്പൊ അങ്ങനെയാണ് ഈ ഒരു വെബ്സൈറ്റിന്റെ വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ. പിന്നെ ആണെന്നുണ്ടെങ്കിൽ നമുക്കാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി UPI കണക്ട് ചെയ്തേക്കുന്നത് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ടായിരിക്കും നമുക്ക് ആ ഒരു എമൗണ്ട് വിഡ്രോ ആവുന്നത്. അവിടെ ആയിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹോം പേജ് എടുത്ത് കഴിഞ്ഞാൽ അവിടെ കാണാൻ പറ്റും. അവിടെ ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഓട്ടോമാറ്റിക് ഇപ്പൊ നമ്മുടെ അക്കൗണ്ടിൽ ഇപ്പൊ ഏകദേശം ഒരു 150 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഓരോ ടാസ്കുകൾ നമ്മളിപ്പോ ഒരു ടാസ്ക് ചെയ്യുന്നതിന്റെ കൂടെ ഇതിനകത്ത് വേറെ ടാസ്ക് ആയിട്ട് മാറിയിട്ടാണെന്നുണ്ടെങ്കിൽ അത് 100 രൂപ ആയിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് ആണെന്നുണ്ടെങ്കിൽ വരുന്നതായിരിക്കും. ചില സമയത്ത് ഇപ്പൊ നമുക്ക് 500 രൂപ ബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ടാസ്ക് ആയിട്ടല്ല അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് ആണെന്നുണ്ടെങ്കിൽ 199 അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ എമൗണ്ട് വന്നുകൊണ്ടിരിക്കുന്നതായിരിക്കും. ഓട്ടോമാറ്റിക് പേയ്മെന്റ് ആണ് വരുന്നത്. നമ്മളവിടെ സെപ്പറേറ്റ് പോയിട്ട് അവിടെ വിഡ്രോ ചെയ്യേണ്ട കാര്യമൊന്നും. നമ്മൾ ജസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ UPI ഒന്ന് കണക്ട് ചെയ്താൽ മാത്രം മതി. ഇനിയിപ്പം ബൈ ചാൻസ് അടയ്ക്കാന്നുണ്ടെങ്കിൽ നമുക്ക് UPI വിഡ്രോയിൽ വരുന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആ UPI പേജിലേക്ക് പോയിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വെബ്സൈറ്റ് തന്നെ അവിടെ ഓതറൈസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ എഗെയിൻ നമ്മൾ ഒന്നുകൂടെ ആണെന്നുണ്ടെങ്കിൽ
നമ്മൾ അതിൽ ഇപ്പോൾ ഫോൺ പേ കണക്ട് ചെയ്തിട്ട് ഫോൺ പേ നമ്പർ അടിച്ചിട്ട് അവിടെ അവിടെ ആ ഒരു OTP എൻ്റർ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ഓതറൈസ് ചെയ്തിട്ടാൽ മതി. അപ്പോൾ നമുക്ക് അതുണ്ടെങ്കിൽ ആ എമൗണ്ട് പിന്നെയും സ്റ്റാർട്ട് ആവുന്നതായിരിക്കും നമ്മുടെ അക്കൗണ്ടിലേക്ക് വരാനാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു വെബ്സൈറ്റ് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ. ഇനിയിപ്പോൾ ഇതിനകത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മളാണെന്നുണ്ടെങ്കിൽ ഓരോ ടാസ്കുകൾ ചെയ്യുന്ന സമയത്ത് ഇതിനകത്തിൽ ആദ്യമേ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഏകദേശം ഫ്രീ ആയിട്ടാണെന്നുണ്ടെങ്കിൽ 120 രൂപയോളം കിട്ടുന്നുണ്ട്. 50 രൂപയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ടാസ്കുകൾ ചെയ്യുമ്പോഴും, പിന്നെ അതേപോലെ തന്നെ 70 രൂപയാണെന്ന് നമ്മൾ ഓരോ UPI അക്കൗണ്ടുകൾ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സ്ട്രാ എമൗണ്ടും കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിനകത്തിൽ വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാൻ കഴിയുന്നതാണ്. നിങ്ങൾക്ക് ഫ്രണ്ട്സിനെ റെഫർ ചെയ്ത് കഴിഞ്ഞാലും ചെറിയൊരു എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ നിൽക്കാന്നുണ്ടെങ്കിൽ റെഫർ എമൗണ്ട് ആയിട്ടും കിട്ടുന്നതായിരിക്കും. അപ്പൊ അങ്ങനെ ഈ ഒരു ഓപ്ഷൻ ഈ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഇതിനകത്ത് നമുക്ക് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ഓരോ ടാസ്കുകൾ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ എമൗണ്ട് എയിൻ ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ആണെന്നുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി കൂടുതൽ ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് സെക്ഷനിൽ ഒന്ന് അറിയിക്കുക. ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ക്ലിയർ ചെയ്ത് തരാം. പിന്നെ നമ്മുടെ ടെലിഗ്രാമിൽ ഉറപ്പായിട്ടും ജോയിൻ ചെയ്തിരിക്കുക. ലിങ്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ പിൻഡ് കമന്റിലും ടെലിഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, മാക്സിമം കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ